ചൊക്രമുടി മലയുടെ മുകളിൽ ഭൂമി കയ്യേറ്റക്കാർ അനധികൃതമായി നിർമ്മിച്ച തടയണ പൂർണ്ണമായി പൊളിച്ചു നീക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയാണ് തടയണ പൂർണ്ണമായി പൊളിക്കാനും വിവരം ജില്ലാ കളക്ടറെ ധരിപ്പിക്കാനും തീരുമാനിച്ചത്. മലയുടെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾക്കുൾപ്പെടെ തടയണ ഭീഷണിയാണെന്ന IG കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ആദ്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്ഥലം സന്ദർശിച്ച മണ്ണ് സംരക്ഷണ വകുപ്പിലെയും മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ തടയണ മൂടേണ്ട സാഹചര്യമില്ലെന്ന് പഞ്ചായത്തിനെ അറിയിച്ചു. ഇതേ സ്ഥലത്തു നിന്ന് തന്നെ മണ്ണെടുത്ത് തടയണ നികത്തിയാൽ മഴക്കാലത്ത് മണ്ണിടിച്ചിൽ സാധ്യത വർദ്ധിക്കുമെന്നും നിലവിൽ തടയണയിൽ വെള്ളം സംഭരിക്കപ്പെടാവുന്ന സാഹചര്യമില്ലെന്നുമാണ് സംഘം വിലയിരുത്തിയത്. തടയണയിൽ വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ ജിയോ സിന്തറ്റിക് ക്ലേ ലൈനർ ഷീറ്റ് വിരിച്ച പുല്ല്, രാമച്ചം പോലുള്ള സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നും വിദഗ്ധ സംഘം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തടയണ പൂർണ്ണമായി പൊളിച്ചു മാറ്റേണ്ട എന്ന നിർദ്ദേശത്തോട് വൻ പ്രതിഷേധമാണ് ബൈസൺവാലി, ചൊക്രമുടി ഭാഗങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായത്. ഇതിനെതിരെ ചൊക്രമുടി സംരക്ഷണ സമിതി രണ്ടാം ഘട്ട സമര പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി കൂടുകയും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായാൽ മരത്തടികൾ തടഞ്ഞു നിന്ന് അപകടമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത പൂർണ്ണമായി തടയണ പൊളിക്കാൻ തീരുമാനിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ പറഞ്ഞു. അതിന്റെ ഉദ്യോഗസ്ഥർക്കുള്ള അന്വേഷണം സോയിൽ കൺസർവേറ്ററും മൈനർ ഇറിഗേഷൻ വകുപ്പും നേരിട്ട് പരിശോധന നടത്തുകയും ആ പരിശോധന റിപ്പോർട്ട് ഗ്രാമപഞ്ചായത്തിൽ സമർപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തര കമ്മിറ്റി വിളിച്ചുകൂട്ടുകയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ഈ വിഷയങ്ങൾ 17 മീറ്റർ നീളവും 3 മീറ്റർ വീതിയും 2.5 മീറ്ററോളം ആഴമുള്ള കുളത്തിന്റെ 4 മീറ്റർ മാത്രം പൊളിച്ചു നീക്കി മാത്രം മതി റിപ്പോർട്ട്. പക്ഷേ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഈ 17 മീറ്റർ നീളത്തിലുള്ള 3 മീറ്റർ വീതിയിലുള്ള കുളത്തിന്റെ അടിഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യണമെന്നാണ് പഞ്ചായത്ത് കമ്മിറ്റി ഏകാന്തമായിട്ട് എടുത്ത തീരുമാനം. 17 മീറ്റർ നീളമുള്ള ഈ തടയണ പൊളിച്ചു നീക്കുന്നതിനുള്ള നടപടികൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു.